ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കൃഷ്ണനായ നമ്മുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേയ്ക്കുള്ളതാകുന്നു. ആമേൻ.
ഉൽപ്പത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവൃത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ. അനീതി പ്രവർത്തിക്കരുത്. നിന്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നതിനാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും. നീതിനിഷ്ഠതയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവരിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത്. എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. ദാനധർമ്മം അത്യുന്നതന്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. എല്ലാത്തരം അധാർമികതകളിൽ നിന്ന് നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യജനതകളിൽ നിന്ന് വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരിൽ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി. അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ ചാർച്ചക്കാരിൽ നിന്ന്, നിന്റെ ജനത്തിന്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും. അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ്. ആദ്യം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും പരസ്പരം ഇണയും തുണയുമാക്കി കുടുംബജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തി അനുഗ്രഹിക്കുകയും ചെയ്ത സർവശക്തനായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് വിവാഹമെന്ന പരിശുദ്ധമായ കൂദാശ സ്വീകരിച്ച് കുടുംബജീവിതം ആരംഭിക്കാൻ തയ്യാറായി പുറപ്പെടുന്ന ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട മകളെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഇവളെ നിറയ്ക്കണമേ. പരിശുദ്ധ പരസ്പര വിശ്വസ്തയോടും സ്നേഹത്തോടും കൂടെ ജീവിത പങ്കാളി പങ്കുവെച്ച് സമാധാനപൂർണ്ണമായ കുടുംബജീവിതം നയിക്കുവാൻ ഈ ദാസിയെ അനുഗ്രഹിക്കണമേ. അമ്മയെ, മാതാവേ, വിശുദ്ധപിതാവേ, തിരു കുടുംബത്തെ പോലെ ഇവരുടെ കുടുംബവും ആയിത്തീരുവാൻ തിരുകുമാരനോട് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും. അങ്ങയോടുകൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ വൃദ്ധം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. Willingly paid the cost for me. Now I am free to worship Jesus. You are my healer, oh Jesus. Touch me and I will be free. For by your stripes I am Savior, oh Jesus, you are my strength and my shield. I put my trust in your name, Jesus. Lord, your name is great, yes it is, a refuge I can run to, a shelter from the storm, a faithful friend, and I can depend on you. My God, my King, I lift my voice and worship Jesus. You are my healer, oh Jesus. Touch me and I will be free. For by your stripes I am healed. I am healed. Jesus, you are my Savior, oh Jesus.
my trust in your name, in your name, Jesus. Lord, your name is great, yes it is, a refuge I can run to, a shelter from the storm, a faithful friend, and I can depend on you, my God, my King. I lift my voice and worship Jesus. You are my healer, oh Jesus. Touch me and I will be free, for by your stripes I am healed. ബലിവേദിയിൽ തിരുയാഗമായി അണിചേരുവിൻ ജനമേ, അതിശ്രേഷ്ഠമീ തിരുപൂജയിൽ ഭയമോടെ ആദരവായി അനുതാപമാർന്നണയാം അതിമോഹനം പരിപൂജിതം ബലിതൻ സമയം. ബലിവേദിയിൽ തിരുയാഗമായി അണിചേരുവിൻ ജനമേ, അതിശ്രേഷ്ഠമീ തിരുപൂജയിൽ ഭയമോടെ ആദരവായി ലോകപാപം നീക്കിയണയും ദിവ്യ കുഞ്ഞാടിൻ ശാന്തിയേകും നവ്യസ്നേഹം പങ്കുവച്ചുണരാം കാഴ്ചയേകിടാം നിറദീപമായി തെളിയാം അതിമോഹനം പരിപൂജിതം ബലിതൻ സമയം. ബലിവേദിയിൽ തിരുയാഗമായി അണിചേരുവിൻ ജനമേ, അതിശ്രേഷ്ഠമീ തിരുപൂജയിൽ ഭയമോടെ ആദരവായി സ്വർഗതാതാ ദിവ്യബലി നീ സ്വീകരിച്ചാലും നിത്യജീവൻ നൽകുവാനായി നീ കനിഞ്ഞാലും നീ നയിച്ചാലും സ്തുതി കീർത്തനം പാടാം
ബലി തൻ സമയം ബലിവേദിയിൽ തിരുയാഗമായി അണിചേരുവിൻ ജനമേ. അതിശ്രേഷ്ഠമീ തിരുപൂജയിൽ ഭയമോ